വീണ്ടും ഒരു വീഡിയോയുമായി വന്നിരിക്കുകയാണ്. ഇന്നത്തെ നമ്മുടെ പ്രശ്നം ഇതാണ്. ചില ക്ഷേത്രങ്ങളുടെ പിന്നിലൊരു കഥയുണ്ട്. താഴ്ന്ന ജാതിക്കാർ കള പറിക്കാൻ വന്നപ്പോഴോ അല്ലെങ്കിൽ മരുന്ന് പറിക്കാൻ വന്നപ്പോഴോ അല്ലെങ്കിൽ പുല്ലി എത്താൻ വന്നപ്പോഴോ അവിടെയുള്ള ഒരു കല്ലിൽ അവരുടെ കയ്യിലുള്ള ആയുധം മൂർച്ച കൂട്ടാനായിട്ട് വരച്ചു. ഉടനെ കല്ലിൽ നിന്ന് രക്തം വന്നു. ഇത് കണ്ട് അവർ ഓടിച്ചെന്ന് പ്രശ്നക്കാരെ വിളിച്ചുകൊണ്ട് വന്നു. ജ്യോതിഷന്മാരും മറ്റുള്ളവരും പ്രശ്നം വെച്ച് നോക്കിയപ്പോൾ ആ കല്ലിൽ ദിവ്യ സാന്നിധ്യം ഉള്ളതായി കണ്ടെത്തി. ആ കല്ലിനെ എടുത്ത് അവിടെ പ്രതിഷ്ഠിച്ചു. ഇതാണ് കഥ. ഓക്കെ, വിശ്വാസം കൊണ്ട് എന്തും സാധിക്കുമല്ലോ, അങ്ങനെയാവാം. ഒന്നോ രണ്ടോ ക്ഷേത്രങ്ങളുടെ കാര്യത്തിൽ ഇങ്ങനെ പോട്ടെ, നമുക്ക് വിശ്വസിക്കാം, അല്ലെങ്കിൽ അത് തള്ളിവിടാം. പക്ഷേ കേരളത്തിൽ അങ്ങോളവും ഇങ്ങോളമുള്ള ക്ഷേത്രങ്ങൾ പരിശോധിച്ച് കഴിഞ്ഞാൽ മിക്കവാറും എല്ലാ ക്ഷേത്രങ്ങളിലും കല്ലിൽ നിന്ന് രക്തം വന്നു. അവ പിന്നീട് പ്രതിഷ്ഠയ്ക്ക് ഉപയുക്തമാക്കി എന്നാണ് കാണാൻ കഴിയുന്നത്. എൻ്റെ ഒരു സംശയം ഇതാണ്, ഈ കല്ലുകളെല്ലാം വഴിനീളെ കൊണ്ടുവന്ന് ഇട്ടിരിക്കുകയായിരുന്നു രക്തം വരാൻ വേണ്ടിയും മൂർച്ച കൂട്ടാൻ വേണ്ടിയും. അതുതന്നെയല്ല, ഈ കല്ലുകൾ എവിടെ നിന്ന് എപ്പോൾ എങ്ങനെ ആര് കൊണ്ടുവന്നിട്ടു? ഈ കല്ലുകളുടെ പ്രത്യേകത എന്താണ്? ആധുനിക യുഗത്തിൽ എന്താണ് ഇത്തരം കല്ലുകൾ കാണാത്തത്? ഉത്തരം അറിയാവുന്നവരൊന്ന് പറയണേ.